മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് കേൾക്കുകയും സുപരിചിതമായ ഒരു സംഭവമാണ് ഇവിടെ ലൂക്കോസ് എവങ്കേലിയോസ് പ്രതിപാദിച്ചിരിക്കുന്നത്. സക്കറിയാ പുരോഹിതന് ആദ്യാഗമനത്തിലുള്ളവനായിരുന്നു. അവന് യെരൂശലേം ദേവാലയത്തിന്റെ ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് ധൂപം വെക്കുന്നതിനുള്ള ചീട്ട് വീണു. അവനവിടെ ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി തനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മാലാഖ വന്നിട്ട് അവനോട് പറയുന്നു, നിന്റെ ഭാര്യ ഗർഭം ധരിക്കും, ഒരു മകനുണ്ടാകും, അവന് യോഹന്നാൻ എന്ന പേരിടണം. കർത്താവ് പ്രിയമുള്ളവരെ, നാം വിശുദ്ധ കർത്താവിന്റെ ജനന പെരുന്നാളിനോടുള്ള നോമ്പിലേക്കും ജനന പെരുന്നാളിനോടും അടുത്തുകൊണ്ടിരിക്കുന്നതായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ യേശുദാൻ ഈ സംഭവങ്ങളിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രം എത്രമാത്രം ഉയർന്നതായാലും മനുഷ്യന്റെ ബുദ്ധിയിൽ കൂടി മനുഷ്യന് ചന്ദ്രനിൽ നിന്ന് ചൊവ്വായിലേക്ക് പോകുവാനുള്ളതായ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും മനുഷ്യനാൽ അസാധ്യമായ പല സംഗതികളും ഇന്ന് ലോകത്തിൽ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും, എന്നാൽ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളത് തന്റെ പ്രവർത്തനത്തിൽ കൂടി കാട്ടിത്തരുന്നതുമായ വലിയ ഒരു അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. വയോധികനായ ഒരു പുരോഹിതന്, നമ്മുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസം കുറിച്ചൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പ്രായമൊക്കെ എത്തി മിക്കവാറുമൊക്കെ എഴുതി തള്ളപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യനാണ് വർഷത്തിലൊരിക്കൽ മാത്രം പ്രധാന സ്ഥലത്ത് ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് കയറുന്നതിന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായി തീരുന്നത്. അത്രമാത്രം പ്രായാധിക്യത്തിലെത്തിയ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ചും അവന്റെ ഭാര്യയെ സംബന്ധിച്ചും പറയുന്നത്, അവര് ദൈവത്തിന്റെ സന്നിധിയില് ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നവരും ദൈവത്തിനു മുമ്പാകെ കുറ്റമില്ലാത്തവരുമായിട്ട് ജീവിക്കുന്നവരും ആയിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദഭാഗത്തു കൂടി നാം കാണുന്നത്. ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നവരും ദൈവത്തിനു മുമ്പാകെ കുറ്റമില്ലാത്തവരുമായിട്ട് ജീവിച്ച ഈ ദമ്പതികള് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങൾ ചോദിച്ചാൽ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒന്ന് ഉണ്ട് എന്നുള്ളതല്ലാതെ അതിലുപരിയായിട്ട് നമുക്ക് അവിടെ യാതൊരു ഉത്തരവും കൊടുക്കുവാൻ സാധിക്കാത്തതായ ഒരു സംഗതിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ബുദ്ധിക്ക് അതീതമായിട്ട് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. വന്ധ്യയായ സ്ത്രീയെ യാതൊരു ശാസ്ത്രത്തിനും നിരക്കാത്തതായ രീതിയിൽ അവള് ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവത്തിന്റെ അത്ഭുതപരമായ കാര്യങ്ങള് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങള് നടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇവര് കുറ്റമില്ലാതെ ജീവിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുകയും ചെയ്ത മനുഷ്യരായിരുന്നുവെങ്കിൽ പലപ്പോഴും നമുക്കൊരു പ്രവണതയുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ ആരെങ്കിലും രോഗികളായാൽ, നമ്മുടെ ചുറ്റുപാടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാപത്തുണ്ടായാൽ ആദ്യമായിട്ട് നമ്മൾ വിരൽ ചൂണ്ടാറുണ്ട്. അവന്റെയോ ജീവിതത്തിന്റെ ദോഷം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ദൈവം തമ്പുരാൻ ശിക്ഷിച്ചതാണ്. ഈ ഒരു പ്രയാസ ഘട്ടത്തിൽ കൂടി പോയിക്കൊണ്ടിരുന്നതായ ദമ്പതികളായിരുന്നു ഇവര്. വാർദ്ധക്യത്തിലായിരുന്നു എങ്കിൽ തന്നെയും
ബുദ്ധിയിൽ അതീതമായിട്ടൊന്നായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. മാനുഷികമായിട്ട് പുരുഷ ബന്ധത്തോടുകൂടി ജനിച്ച ഒരു മനുഷ്യന് യോഹന്നാനേക്കാൾ ഉപരിയായിട്ട് മറ്റാരും ജനിച്ചിട്ടില്ല എന്ന് യേശു തമ്പുരാൻ സാക്ഷീകരിക്കത്തക്ക രീതിയിൽ അത്രമാത്രം നിഷ്ഠയോടുകൂടി ജീവിച്ച മാതാപിതാക്കൾക്ക് ദൈവഹിത പ്രകാരം വാർദ്ധക്യകാലത്തുണ്ടായ മകനായിരുന്നു യോഹന്നാന്. യോഹന്നാനെ എന്തിനു വേണ്ടിയാണ് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തതെന്ന് നമുക്കറിയാം. കർത്താവിന്റെ മുന്നോടിയായിട്ട് കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്നതിന് വേണ്ടി, അവന് വേണ്ടി വഴിയൊരുക്കി വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായിരുന്നു യോഹന്നാൻ. അല്ലെങ്കിൽ ദൈവദൂതൻ അറിയിച്ച് നമ്മുടെ കർത്താവിന് പിന്നാലെ ഈ ലോകത്തിലേക്ക് വന്നിട്ട് മാനസാന്തരത്തിൻ്റെതായ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതിൻ്റെതായ ആവശ്യകത മനുഷ്യരാശിയെ ഉദ്ബോധിപ്പിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു യോഹന്നാന്. ആ യോഹന്നാനെ കണ്ടുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല എന്ന്. വാഗ്ദത്തത്തിന്റെ ഫലമായിട്ട്, പ്രാർത്ഥനയുടെ ഫലമായിട്ട്, ജാഗരണത്തിന്റെ ഫലമായിട്ട് ആ വാർദ്ധക്യത്തിനായ മനുഷ്യന് സുഖം വെച്ചതായ സന്ദർഭത്തില് ഈ അവന്റെ ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ അവൻ അന്നുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ ദൈവതമ്പുരാനെ എന്റെ ജീവിതത്തില് എനിക്കൊരു കുട്ടിയെ തരണമേ എന്നുള്ളതായ പ്രാർത്ഥന ആ വാർദ്ധക്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മനുഷ്യന് ധൂപം കാട്ടിയതായ സന്ദർഭത്തില് ക്രോണോസിന്റെ വലതുഭാഗത്ത് അല്ലെങ്കിൽ ബലിപീഠത്തിന്റെ വലതുഭാഗത്ത് വന്ന് മാലാഖ പ്രത്യക്ഷപ്പെടുന്നതായ സന്ദർഭം, അവിടെ മാനുഷികമായ ബലഹീനതകളെല്ലാം കാണുന്നുണ്ട്. ഇത്രയൊക്കെയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് അടിക്കുറച്ച വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു എങ്കിൽ തന്നെയും അവൻ അവസാനം ദൈവ ഇഷ്ടത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഹൗ ക്യാൻ ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിക്കും? കാരണം ബുദ്ധിക്കതീതമായിട്ട്, ലോകനീതിക്കതീതമായിട്ട് ഉള്ളതായ ഒരു സംഭവമാണ് പറയുന്നത്. നമുക്കറിയാം കഥ എന്താണ് എന്നുള്ളത്. അന്ന് മുതൽ സംസാരിക്കാൻ പാടില്ലാത്തവനായിട്ട് ആ കുട്ടി ജനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ലാത്തവനായിട്ട് അവൻ ജീവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കർത്താവ് പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടി ഈ ഭാഗം സഭ തെരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചാല് രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. മനുഷ്യന് പരിമിതികളുള്ള മനുഷ്യന് അവനിൽ ദൈവത്തിൻ്റെതായ ആ അപരിമിതി പ്രവർത്തിക്കുന്നതായ സന്ദർഭത്തില് അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ പിന്നെ പരിമിതികളില്ല എന്നുള്ളത് നമ്മെ മനസ്സിലാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ഭാഗമാണ്. രണ്ടാമതായിട്ട്, എത്രമാത്രം താമസിച്ചാലും എത്രമാത്രം കാലങ്ങൾ നാം പ്രാർത്ഥിച്ചാലും നാം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ തന്നെയും വീണ്ടും വീണ്ടും അടിയുറച്ച വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ അതിന് മറുപടി നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? സക്രിയയെ പോലെയും യേശുവിനെ പോലെയും നാം ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരായിരിക്കണം. തെറ്റ് ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യരായിരിക്കണം. മറ്റുള്ളവരിൽ അനുകമ്പയുള്ള മനുഷ്യരായിരിക്കണം. മറ്റുള്ളവനെ സ്നേഹിക്കുന്ന മനുഷ്യനായി തീരുവാൻ നമുക്ക് സംഗതിയാണ്. ദൈവത്തിന്റെ